ഹായ് ഡിയേഴ്സ്, അശ്വത കെമിസ്ട്രിയിലോട്ട് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +2 കെമിസ്ട്രിയിലുള്ള നെയിംഡ് റിയാക്ഷൻസ് നോക്കാനായിട്ട് പോവുകയാണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ 4 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആ 4 ചാപ്റ്റേഴ്സിലും ഒരുപാട് നെയിംഡ് റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. നെയിംഡ് അല്ലാത്ത പല റിയാക്ഷൻസ് ഉണ്ടെങ്കിലും ഈ നെയിംഡ് റിയാക്ഷൻസ് ഒരു അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുമാണ്. സംഹൗ ചില കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമാണ്. സോ അത്തരം റിയാക്ഷൻസ് നമ്മൾ ഒറ്റ ഷോട്ടിലൂടെ പഠിക്കാനായിട്ട് പോവുകയാണ്. ക്ലാസ്സിലോട്ട് കിടക്കാം. സോ ഡിയേഴ്സ്, നമുക്കുള്ള നെയിംഡ് റിയാക്ഷൻസിൽ 3 റിയാക്ഷൻസ് ആണ് റിഡക്ഷൻ ടൈപ്പിൽ വരുന്നത്. ഓക്കെ, സോ അതേതെല്ലാം നോക്കുകയാണെങ്കിൽ റോസൻമെന്റ് റിഡക്ഷൻ, ക്ലെമൻസൺ റിഡക്ഷൻ, അതുപോലെ തന്നെ വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ഇതിലെ ക്ലെമൻസൺ റിഡക്ഷനും വോൾഫ് കിഷ്ണർ റിഡക്ഷനും ഒരേപോലത്തെ റിയാക്ഷൻ ആണ്, പക്ഷെ ചെറിയ വ്യത്യാസം മാത്രമുണ്ട്. ആൻഡ് നമ്മുടെ റോസൻമെന്റ് റിഡക്ഷൻ അത് വേറൊരു കാറ്റഗറിയാണ്. അപ്പൊ നമുക്ക് ആദ്യം റോസൻമെന്റ് റിഡക്ഷൻ എന്താ എന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് റോസൻമെന്റ് റിഡക്ഷൻ റിയാക്ഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു അസൈൽ ക്ലോറൈഡ് എന്ന് വെച്ചാൽ ആസിഡ് ക്ലോറൈഡ്. നമ്മൾ ആസിഡിന്റെ ഫോർമുല എന്താണ്? COOH ആണ് അല്ലെ. അല്ല, ഹൈഡ്രോക്സിൽ പാർട്ടിനെ മാറ്റിയിട്ട് പകരം ഒരു ക്ലോറിൻ വരിക. അങ്ങനെ COCl ഉള്ള ആൾക്കാർക്ക് പറഞ്ഞ പേരാണ് അസൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡ് എന്നുള്ളത്. ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബെൻസോയിൽ ക്ലോറൈഡ് എടുക്കാം. ഓക്കെ, സോ ഇതാണ് ബെൻസോയിൽ ക്ലോറൈഡ്. ബെൻസീൻ റിംഗില് നമ്മുടെ അസൈൽ ഗ്രൂപ്പ് നടക്കുന്നുണ്ട്, ബെൻസോയിൽ ക്ലോറൈഡ്. ഇതിനെ ഹൈഡ്രജനേഷൻ ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഒരു അസൈൽ ക്ലോറൈഡിന് നമ്മൾ ഹൈഡ്രജനേഷൻ ചെയ്യുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബെൻസോയിൽ ക്ലോറൈഡ് ആണ്. അപ്പൊ ബെൻസോയിൽ ക്ലോറൈഡ് അതിനെ നമ്മൾ ഹൈഡ്രജനേഷൻ ചെയ്യുകയാണ്. ഹൈഡ്രജനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാറ്റലിസ്റ്റ് ആവശ്യമുണ്ട് അല്ലെ. ഹൈഡ്രജനേഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ കാറ്റലിസ്റ്റ് ആവശ്യമായിട്ടുണ്ട്. ഇവിടുത്തെ കാറ്റലിസ്റ്റ് ആണ് പലേഡിയം ഓവർ ബേരിയം സൾഫേറ്റ്. പലേഡിയം ഓവർ ബേരിയം സൾഫേറ്റ് വെച്ച് നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് ഹൈഡ്രജനേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ഹാലോ ഗ്രൂപ്പിനെ മാറ്റിയിട്ട് പകരം അങ്ങോട്ടേക്ക് ഹൈഡ്രജൻ കയറി വരും. അപ്പൊ H2 ഒരു Cl വിളിച്ചിട്ട് പോയി എന്ന് നിങ്ങളൊന്ന് കരുതുക. ഒരു ഹൈഡ്രജൻ ആ Cl വിളിച്ചിട്ട് പോയി, റിമൈനിങ് ആയിട്ടുള്ള ഹൈഡ്രജൻ അങ്ങോട്ടേക്ക് കയറി നിന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ബെൻസീൻ റിംഗില് CHO ഗ്രൂപ്പ് ഒന്നായിരിക്കും. അതായത് നമുക്ക് നമ്മുടെ ബെൻസാൾഡിഹൈഡ് ആണ് കിട്ടുന്ന പ്രോഡക്റ്റ്. ബെൻസാൾഡിഹൈഡ്. അപ്പൊ ഒരു ആൽഡിഹൈഡ്, അതും എങ്ങനത്തെ ആൽഡിഹൈഡ്? ഒരു അരോമാറ്റിക് അല്ലെങ്കിൽ അറൈൽ ആൽഡിഹൈഡ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ റോസൻമെന്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ബെൻസീൻ ക്ലോറൈഡിനെ ഹൈഡ്രജനേഷൻ ചെയ്തതിന്റെ പ്രസൻസ് ഓഫ് പലേഡിയം ഓവർ ബേരിയം സൾഫേറ്റ് വി വിൽ ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. ഇനി ക്ലെമൻസൺ റിഡക്ഷനും അതുപോലെ തന്നെ വോൾഫ് കിഷ്ണർ റിഡക്ഷനും അതെന്താ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. സോ ക്ലെമൻസൺ റിഡക്ഷൻ അതേപോലെ വോൾഫ് കിഷ്ണർ റിഡക്ഷൻ, ഇത് രണ്ടും ഒരേപോലെയുള്ള കോൺസെപ്റ്റുകളാണ്. വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ഇവിടെ രണ്ടിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ, ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള പാർട്ടാണ് കാർബണൈൽ ഗ്രൂപ്പ് അല്ലെ. കാർബണൈൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? C+O ഉള്ള ആൾക്കാർ അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഇപ്പോ C+O R' എന്നുണ്ടെങ്കിൽ ഈ C+Oക്ക് പറഞ്ഞ പേരാണ് കാർബണൈൽ ഗ്രൂപ്പ്. സോ ഇങ്ങനെയുള്ള കാർബണൈൽ ഗ്രൂപ്പ് എവിടെയൊക്കെ പ്രസന്റ് ആയിരിക്കും? ആൽഡിഹൈഡ്, കീറ്റോണ്, ആസിഡ്, എസ്റ്ററിക് ഇതുപോലെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സിലൊക്കെ C+O പ്രസന്റ് ആയിട്ടുണ്ട്. ഇതിൽ ആൽഡിഹൈഡ് കീറ്റോനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൽഡിഹൈഡിലോ കീറ്റോണോ പ്രസന്റ് ആയിട്ടുള്ള ഇത്തരം കാർബണൈൽ ഗ്രൂപ്പിനെ റിഡക്ഷൻ ചെയ്യുന്ന മെത്തേഡാണ് ഇത്. അപ്പൊ അതിനെ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മെഥിലിൻ ഗ്രൂപ്പ് ആയിട്ട് മാറും. അതായത് ഒരു ഓക്സിജൻ മാറ്റിയിട്ട് പകരം 2 ഹൈഡ്രജൻ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. അപ്പൊ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ക്ലെമൻസൺ റിഡക്ഷനില് അസറ്റോൺ വെച്ചിരുന്ന് കാണിച്ചു തരാം. CH3 C+O CH3 അസറ്റോൺ. അതിലൊരു കീറ്റോൺ ആണല്ലോ. സോ അതിന് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ക്ലെമൻസൺ റിഡക്ഷനില് സിങ്ക് അമാൽഗം നമ്മൾ ഉപയോഗിക്കുന്നു in the presence of concentrated HCl. ക്ലെമൻസൺ റിഡക്ഷൻ ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് സിങ്ക് അമാൽഗം. in the presence of concentrated HCl എന്താവും? ഈ C+O മാറിയിട്ട് അത് CH2 ആയിട്ട് മാറും. സോ CH3 CH2 എന്നായിട്ട് മാറും. അപ്പൊ ബാക്കിയെല്ലാം സെയിം. ആ C+O എന്ന് പറഞ്ഞ കാർബൺ ഗ്രൂപ്പ് എന്തായാലും മാറി CH2 ആയിട്ട് മാറി. അപ്പൊ നമുക്കൊരു ഹൈഡ്രോ കാർബൺ കിട്ടി. കീറ്റോൺ എന്നത് എന്തായിട്ട് മാറി? ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറി. റിഡക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലെമൻസൺ റിഡക്ഷൻ. ഇതേ തന്നെയാണ് വോൾഫ് കിഷ്ണർ
ഓക്കെ, ഇതേ ഫോർമുല അസറ്റോൺ തന്നെ ഞാൻ എഴുതാം. പക്ഷെ ഇങ്ങനെ എഴുതുന്നില്ല, അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല ആയിട്ട് ഞാൻ എഴുതി കാണിക്കാം. ഓക്കെ, കണ്ടൻസ്ഡ് ബോണ്ട് ലൈൻ ഫോർമുല എഴുതി കാണിക്കാം. കണ്ടൻസ്ഡ് ബോണ്ട് ലൈൻ ഫോർമുല ആയിട്ട് എഴുതി കാണിക്കാം. ഇത് അസറ്റോൺ തന്നെയാണ് കേട്ടോ, ഇതേ കോമ്പൗണ്ട് തന്നെയാണിത്. ഇത് CH3 C ഡബിൾ ബോണ്ട് OCH3. ഓക്കെ, സോ ഇതിന് നമ്മൾ വോൾഫ്-കിഷ്ണർ റിഡക്ഷനില് ഹൈഡ്രാസിന്റെ കൂടിയാണ് റിയാക്ട് ചെയ്യിപ്പിക്കുക. ഹൈഡ്രാസിന്റെ കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കും. സോ ഹൈഡ്രാസിന്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ 2H ഓക്സിജന് മേടിച്ചിട്ട് പോകും. അപ്പൊ H2O ആയിട്ട് അത് എലിമിനേറ്റ് ചെയ്ത് പോകും. -H2O അവിടെ എലിമിനേറ്റ് ചെയ്ത് പോകും. ബാക്കി ആരെല്ലാം ഉണ്ട്? ഈ കാർബണിന്റെ പൊസിഷനിലോട്ട് ആ നൈട്രജൻ കണ്ട് കയറി നോക്കും. ഈ നൈട്രജൻ നമ്മൾ രണ്ട് ഹൈഡ്രജൻ പോയത്. അപ്പൊ ബാക്കി നൈട്രജൻ അതിന് കൂടുതലുള്ള NH2 ഗ്രൂപ്പ് ഈ കാർബൺ അറ്റാച്ച്ഡ് ആവും. ഇതാണ് കാർബൺ. അതിന്റെ കൂടെ ഓക്സിജൻ ഉണ്ടാകുന്ന ഓക്സിജൻ മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് ഇവിടെ കയറി വന്നു. ഈ ഓക്സിജൻ മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് ഇവിടെ കയറി വന്നു എന്നുള്ളൊരു അർത്ഥം. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ. ഓക്കെ, അപ്പൊ എഥിലീൻ ഗ്ലൈക്കോളിന്റെ പ്രസൻസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുമ്പോ അതെന്തായിട്ട് മാറും? നമ്മുടെ പ്രൊപ്പൈൻ ആയിട്ട് മാറും. ഈ ഗ്രൂപ്പ് ഉടനെ എലിമിനേറ്റ് ചെയ്ത് പോകും, നൈട്രജൻ ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. ബാക്കിയുള്ള ഹൈഡ്രജൻ ഇവിടെ കയറി നോക്കും. CH3 CH2 CH3 ഞാൻ അതിന്റെ ബോണ്ട് ലൈൻ ഫോർമുല വരച്ചു തന്നു എന്ന് മാത്രം. ഇതേ പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. ഓക്കെ, അപ്പൊ ആ നൈട്രജൻ അവിടെ എലിമിനേറ്റ് ചെയ്ത് പോകും. സോ ഇതാണ് നമ്മുടെ വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ. സോ 3 റിയാക്ഷനും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. 4ാമതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റിയാക്ഷൻ ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ ആണ്. ഈ ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷനും അതുപോലെ തന്നെ സ്വാർട്സ് റിയാക്ഷനും ഒരേപോലുള്ള റിയാക്ഷൻസ് ആണ്. ഒരു ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡിനെ ആൽക്കൈൽ അയഡൈഡോ അല്ലെങ്കിൽ ആൽക്കൈൽ ഫ്ലൂറൈഡോ ആക്കി മാറ്റുന്ന റിയാക്ഷൻസ് ആണ് ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ സ്വാർട്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ 4ാമതായിട്ട് നമുക്ക് ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ ഒന്ന് നോക്കാം. ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ആൽക്കൈൽ ക്ലോറൈഡോ അല്ലെങ്കിൽ ബ്രോമൈഡോ ഉപയോഗിക്കുന്നു. ഓക്കെ, ആരുടെ വേണമെങ്കിലും എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ അല്ല, ഞാൻ ശരിക്കും ഒരാളെ തന്നെ വെച്ച് കാണിക്കാം. CH3 CH2 Cl എന്ന് ഞാൻ എടുത്തു. അവിടെ ക്ലോറിൻ വരാം അല്ലെങ്കിൽ ബ്രോമിന് വേണമെങ്കിലും വരാം. അപ്പൊ സാധാരണ ഇവിടെ X എന്നാണ് കൊടുക്കുക. ഇതിൽ രണ്ടിൽ ആര് വേണമെങ്കിലും വരാം. കേട്ടല്ലോ? ഓക്കെ, ഇവിടെ ഗ്രൂപ്പ് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. അതിനെ നമ്മൾ സോഡിയം അയഡൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കും ഇൻ ദി പ്രസൻസ് ഓഫ് അസറ്റോൺ. അസറ്റോണിന്റെ പ്രസൻസിൽ ഒരു ആൽക്കൈൽ ക്ലോറൈഡോ അല്ലെങ്കിൽ ബ്രോമൈഡിനെയോ സോഡിയം അയഡൈഡിലൂടെ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കും. സോ വാട്ട് ഹാപ്പൻസ്? ഈ ക്ലോറിൻ ആ സോഡിയത്തിനോട് അങ്ങ് ചേർന്ന് പോകും. അവരെന്തായിട്ട് മാറുന്നു? NaCl ആയിട്ട് പോകുന്നു. ഞാൻ താഴെയില്ല, -NaCl. അപ്പൊ NaCl അവിടെ എലിമിനേറ്റ് ചെയ്ത് പോയി. അപ്പൊ ബാക്കി കാർബണിലോട്ട് ആ അയഡിൻ കയറിയേണ്ട അറ്റാച്ച്ഡ് ആവും. സോ വാട്ട് വി വിൽ ഗെറ്റ്? CH3 CH2I. സോ ക്ലോറോ ഈഥൈൻ പോയിട്ട് അത് അയഡോ ഈഥൈൻ ആയിട്ട് മാറും. ഈഥൈൽ ക്ലോറൈഡ് ഈഥൈൽ അയഡൈഡ് ആയിട്ട് മാറി. സോ ഇതാണ് നമ്മുടെ ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇതേ തന്നെ നമുക്ക് നമ്മുടെ സ്വാർട്സ് റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ സോഡിയം അയഡൈഡിനെ ഉപയോഗിച്ചതിന് പകരം സ്വാർട്സ് റിയാക്ഷനിൽ നമ്മൾ ഇനോർഗാനിക് ഫ്ലോറൈഡ്സ് ആണ് ഉപയോഗിക്കുക. ഇനോർഗാനിക് ഫ്ലോറൈഡ്സ് ഉദാഹരണത്തിന് ഇതേ കോമൺ ഞാൻ എടുത്ത് കാണിക്കാം. CH3 CH2 Cl. വൺസ് അഗൈൻ X എന്നുള്ള സ്ഥാനത്ത് ക്ലോറിനോ ബ്രോമിനോ ആര് വേണമെങ്കിലും വരാം. ഈ കാർബൺ ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് വേണമെങ്കിലും വരാം. ഓക്കെ, ഇതിന് നമ്മൾ ഇനോർഗാനിക് ഫ്ലോറൈഡ്, ഫോർ എക്സാമ്പിൾ സിൽവർ ഫ്ലോറൈഡ്, കൊബാൾട്ട് ഫ്ലോറൈഡ്, മെർക്കുറിക് ഫ്ലോറൈഡ്, അങ്ങനെയുള്ള ഇനോർഗാനിക് ഫ്ലോറൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കും. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് സിൽവർ ഫ്ലോറൈഡ് തന്നെ എടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻസ്? വൺസ് അഗൈൻ ഈ സിൽവർ ആ ക്ലോറിനെ വിളിച്ചിട്ട് സിൽവർ ക്ലോറൈഡ് ആയിട്ട് മാറുന്നു. അപ്പൊ ബാക്കി എന്ത് സംഭവിക്കും? ആ ഫ്ലോറിൻ അറ്റാച്ച്ഡ് ആവും. അതേപോലെ തന്നെയാണ്. സോ CH3 CH2F. അപ്പൊ ഇതാണ് ഈ രണ്ട് റിയാക്ഷൻസ് തമ്മിലുള്ള വ്യത്യാസം. ഒരേപോലുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഒരാളുടെ സോഡിയം അയഡൈഡ് ഉപയോഗിച്ചപ്പോൾ മറ്റൊരാളുടെ സിൽവർ ഫ്ലോറൈഡ്, അല്ലെങ്കിൽ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇനോർഗാനിക് ഫ്ലോറൈഡ്സ് ഉപയോഗിച്ചു. ഇനി ഇതേപോലെ അല്ല, കാണാൻ ഇതുപോലെ ഉണ്ടാവും, പക്ഷെ ഈ ഒരു കാറ്റഗറി അല്ല. മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഗ്രിഗനാർഡ് റിയേജന്റ് എന്ന് പറയുന്നത്. അത് റിയാക്ഷൻ അല്ല, അതൊരു റിയേജന്റ് ആണ്. പക്ഷെ ആ റിയേജന്റ് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷൻ നമുക്കൊന്ന് നോക്കി വെക്കാം. ഗ്രിഗനാർഡ് റിയേജന്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അത് പല സ്ഥലത്തും ആവശ്യമായിട്ടുള്ളതാണ്. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ മെഗ്നീഷ്യത്തിന്റെ കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ
ചെയ്യുമ്പോൾ അത് ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് ആയിട്ട് മാറും. അതിന്റെ പേരാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അത് പല സ്ഥലത്തും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള റിയേജന്റ് ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ജനറൽ ആയിട്ട് RX എന്ന് എഴുതാം, RX എന്ന് എടുക്കാം. ഏത് ആൽക്കൈൽ ഹാലൈഡ് ആയിക്കോട്ടെ, സ്പെഷ്യൽ നമ്മൾ സാധാരണ ബ്രോമിനൊക്കെയാണ് ഉപയോഗിക്കുക. അതിന് നമ്മൾ മെഗ്നീഷ്യത്തിന്റെ കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് RMgX ആയിട്ട് മാറും. ഇവന്റെ പേരാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഇത് മറ്റു പല കോമ്പൗണ്ട്സിലൂടെയും നന്നായിട്ട് റിയാക്ട് ചെയ്യും, എസ്പെഷ്യലി കാർബണൈൽ ഗ്രൂപ്പ്സിന്റെ കൂടെ. ആ C ഡബിൾ ബോണ്ട് കാർബണൈൽ ഗ്രൂപ്പുള്ള ആൾക്കാരുടെ ഇവൻ കുറച്ചുകൂടി നന്നായിട്ടുണ്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലോട്ട് ഈ കാർബൺ അറ്റാച്ച് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അത് ഉണ്ടാക്കുന്നതും ഏകദേശം ഇതേപോലത്തെ ഒരു മെത്തേഡൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ മെഗ്നീഷ്യം മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇതും കൂടി പറഞ്ഞു വെക്കാം. കാരണം ഗ്രിഗ്നാർഡ് റിയേജന്റ് പല സ്ഥലത്തും നമ്മൾ റിയാക്ഷൻസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിംഗർസ്റ്റൈൻ റിയാക്ഷൻ എന്താ പറഞ്ഞത്? ആൽക്കൈൽ ഹാലൈഡ്, എസ്പെഷ്യലി ആൽക്കൈൽ ക്ലോറൈഡോ ബ്രോമൈഡോ സോഡിയം അയഡൈഡിലൂടെ റിയാക്ട് ചെയ്തിട്ട് ആൽക്കൈൽ അയഡൈഡ് ആയിട്ട് മാറുമെന്ന് പറഞ്ഞു അല്ലെ ഫിംഗർസ്റ്റൈൻ റിയാക്ഷനിലെ. ഇതിൽ തന്നെ ഒന്ന് മാറ്റി പിടിച്ചാൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് സോഡിയത്തിലൂടെ റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മളവിടെ സോഡിയം അയഡൈഡിലൂടെ റിയാക്ട് ചെയ്യുന്നത് നോക്കി, അതിൽ തന്നെ സോഡിയത്തിന്റെ കൂടെ മാത്രമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്, വുഡ്സ് റിയാക്ഷൻ. ഈ കാറ്റഗറിയിൽ 3 പേരും വുഡ്സ് റിയാക്ഷൻ ഉണ്ട്, ഫിറ്റിക് റിയാക്ഷൻ ഉണ്ട്, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ഉണ്ട്. പേരുകൾ കാണുന്ന പോലെ തന്നെ റിയാക്ഷൻസും ഒരേപോലുള്ള ആൾക്കാർ തന്നെയാണ്. സോ ഏഴാമതായിട്ട് നമുക്ക് ആദ്യം വുഡ്സ് റിയാക്ഷൻ നോക്കാം. സോ വുഡ്സ് റിയാക്ഷൻ, അതിന്റെ കൂടെ തന്നെ ഫിറ്റിക് റിയാക്ഷൻ, അതേപോലെ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഓക്കെ, സോ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ, ഈ 3 റിയാക്ഷൻസും എന്താണ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ വുഡ്സ് റിയാക്ഷൻ എടുക്കുമ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് ഞാൻ എഴുതാം RX. അത് 2 എണ്ണം വേണം. ഓക്കെ, അപ്പൊ 2 ടൈപ്സ് വേണം. അപ്പൊ 2 ടൈപ്സ് വേണമെന്ന് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഫുള്ളാക്കി എഴുതാം. അപ്പൊ ഇത് 2 എണ്ണം വേണം. അപ്പൊ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. RX ആണ്, അതിങ്ങനെ എഴുതിയാൽ അത് RX തന്നെയാണ്. XR തന്നെ എഴുതിയാലും അത് RX ആണ്. ക്ലോറിന് അപ്പുറത്തിട്ടാലും ഇപ്പുറത്തിട്ടാലും ബ്രോമിന് അപ്പുറത്തിട്ടാലും ഇപ്പുറത്തിട്ടാലും കോൺസെപ്റ്റ് ഒന്ന് തന്നെയാണല്ലോ. ഓക്കെ, ഇവനെ നമ്മൾ സോഡിയത്തിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കും. 2 സോഡിയത്തിലൂടെയാണ് റിയാക്ട് ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതുന്നു എന്ന് മാത്രം. ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയത്തിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു ഇൻ ദി പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥൈൽ ഈഥർ. ഒരു ഈഥറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻസ് എന്ന് ചോദിച്ചാൽ ഈ സോഡിയം ആ ഹാലജനും കൂടെ പോകും, ഈ സോഡിയം ആ ഹാലജനും കൂടെയും പോകും. ഓക്കെ, അപ്പൊ 2 പേരും കൂടെ സോഡിയം ഹാലൈഡ് ആയിട്ട് പോയി. അപ്പൊ 2 സോഡിയം ഹാലൈഡ് എസ്കേപ്പ് ചെയ്ത് പോകും. ഓക്കെ, ബാക്കി 6 ഗ്രൂപ്പ് ഉണ്ട്. അവർ 2 പേരും ചേർന്ന് അറ്റാച്ച് ആവും. അതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇതിന് ഒരു എക്സാമ്പിൾ വെച്ച് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോളൂ. ഫോർ എക്സാമ്പിൾ CH3 CH2 Cl. ഓക്കെ, പ്ലസ് Na പ്ലസ് Na പ്ലസ് Cl CH2 CH3. ഈ 2 പ്രസൻസിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള എണ്ണം അതുപോലെ ഇതില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകും. 2 സോഡിയം ക്ലോറൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകും. NaCl പോയി. ബാക്കിയുള്ള ആരുണ്ട്? CH3 CH2 CH2 CH3. അതാണ് ആൻസർ. ആൻസർ എന്താണ്? CH3 CH2 CH2 CH3. അതാണ് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പൊ ആരൊക്കെ അറ്റാച്ച്ഡ് ആയി? ഇവർ 2 പേരും അവർ 2 പേരും കൂടെ ചേർന്നു. സോ ഇതാണ് നമ്മുടെ വുഡ്സ് റിയാക്ഷൻ. അപ്പൊ എന്താണ് വുഡ്സ് റിയാക്ഷൻ ഒരു ഇമ്പോർട്ടൻസ്? നമ്മൾ എടുത്തതിൽ എത്ര കാർബൺ ഉണ്ടോ അതിന് ഇരട്ടിയായിരിക്കും കിട്ടുന്ന പ്രോഡക്റ്റ്. ഇവിടെ 2 കാർബൺ, അവിടെ 2 കാർബൺ, 4 കാർബൺ എടുത്തല്ലോ എന്നൊന്നും ചോദിക്കേണ്ട. ഈ ഒരു കോമ്പൗണ്ടിൽ ഇത് ഈഥൈൽ ക്ലോറൈഡ് ആണ്. ഈഥൈൽ, അപ്പൊ 2 കാർബൺ ആണുള്ളത്. അതും ഈഥൈൽ ക്ലോറൈഡ് ആണ്, അപ്പൊ 2 കാർബൺ ആണുള്ളത്. പക്ഷെ കിട്ടിയ ആൻസറോ ബ്യൂട്ടൈൻ ആണ്, 4 കാർബൺ ഉണ്ട്. വ്യത്യാസം മനസ്സിലായല്ലോ. സോ കാർബണിന്റെ എണ്ണം ഡബിൾ ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന റിയാക്ഷൻ ആണ് വുഡ്സ് റിയാക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ വുഡ്സ് റിയാക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മീഥൈൻ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം മീഥൈൻ 1 കാർബൺ ആണുള്ളത്. അപ്പൊ ഈ റിയാക്ഷൻ ഉപയോഗിച്ച് മീഥൈൻ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ മീഥൈൻ ഉപയോഗിച്ച് ഈ റിയാക്ഷൻ വഴി ഈഥൈൻ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. കേട്ടല്ലോ? അപ്പൊ അത് കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വുഡ്സ് റിയാക്ഷൻ. ഇതില് നമ്മളെടുത്തൊക്കെ ആൽക്കൈൽ ഹാലൈഡ് ആണ്, അല്ല ആൽക്കൈൽ ഹാലൈഡ് ആണ്.
അതിന് പകരം അറൈൽ ഹാലൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ, അരോമാറ്റിക് ഹാലൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ ആ റിയാക്ഷന്റെ പേരാണ് ഫിറ്റിക് റിയാക്ഷൻ. എല്ലാം സെയിം ആണ്. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പിന് പകരം അറൈൽ ഗ്രൂപ്പ് വരും. ഇപ്പൊ ഉദാഹരണത്തിന് ARX plus 2Na in the presence of ether. ഇതേ തന്നെയാണ്. അത് 2 മോളിക്കൂൾ എടുത്തു ഇവിടെയും. ഞാൻ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നില്ല, നിങ്ങളുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. ഞാൻ അല്ലായിട്ട് എഴുതിയാണ്. സോ 2ARX ആണ്. AR എന്ന് വെച്ചാൽ അറൈൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ എന്തായാലും മാറും ARന്റെ ഇടയിൽ കൊണ്ടുവരും 2NaX എലിമിനേറ്റ് പോകും. സെയിം റിയാക്ഷൻ, സെയിം കോൺസെപ്റ്റ്, പക്ഷെ ആൽക്കൈൽ മുഖേന അറൈൽ ഗ്രൂപ്പ് എടുത്തു. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചു തരാം. അപ്പൊ നോക്കിക്കോളൂ. ബെൻസീൻ ക്ലോറൈഡ് എടുക്കാം, 2. ഓക്കെ, ക്ലോറോ ബെൻസീൻ എടുക്കാം, 2 സോഡിയം. ഈതറിന്റെ പ്രസൻസിൽ അതെന്തായിട്ട് മാറുന്നു? ആ 2 AR ഗ്രൂപ്പ് അതിനിടയിൽ ഒരു ബോണ്ട് ഉണ്ടാവുന്നു. ഇതിന്റെ പേര് ബൈഫീനൈൽ എന്നാണ് ഇതിന്റെ പേര്. സോ വിത്ത് എലിമിനേഷൻ ഓഫ് 2 സോഡിയം ക്ലോറൈഡ്സ്. കോൺസെപ്റ്റ് കിട്ടിയല്ലോ. സദാ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു, ഇത് അറൈൽ ഗ്രൂപ്പ് വന്നു. അതാണ് വ്യത്യാസം ഫിറ്റിക്കില്. അപ്പൊ ഞാൻ എന്തായിരിക്കും വുഡ്സ് ഫിറ്റിക്? ആ പേരിൽ പഠിച്ചിട്ട് വുഡ്സ് ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു, ഫിറ്റിക് അറൈൽ ഗ്രൂപ്പ് വന്നു, മിക്സ് ആയിട്ട് എടുത്തു എന്നർത്ഥം. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് ഞാൻ എഴുതാം. RX ഉണ്ട്, 2 സോഡിയം ഉണ്ട്, ഒരു ARX ഉണ്ട്. സെയിം പ്രൊസീജിയർ. അപ്പൊ വുഡ്സ് ഫിറ്റിക്കില് ആൽക്കൈലും എടുത്തു, അറൈലും എടുത്തു എന്നർത്ഥം. ഓക്കെ, ഇപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? സോറി, ഇവിടെ ബെൻസീൻ എന്ന് വരയ്ക്കാൻ പറ്റില്ല, കാരണം AR എന്നാണ് എടുത്തത്. അത് ആരെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. AR ബെൻസീൻ തന്നെ ആണെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അരോമാറ്റിക്കായിട്ട് ആര് വേണമെങ്കിലും വരാം. സോ AR ആണെന്ന് ഞാൻ എഴുതാം, 2NaX. ക്ലിയർ ആയല്ലോ. അപ്പൊ ആ ഗ്രൂപ്പും ആ ഗ്രൂപ്പിനിടയിൽ ബോണ്ട് വന്നു. സോ ഇതാണ് ഈ 3 റിയാക്ഷൻസ്. ഇനി നമ്മൾ പേര് കാണാൻ ഒരേപോലുള്ള 2 ഡിഫറെന്റ് റിയാക്ഷൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. കോപ്സ് ഇലക്ട്രോളിസിസും അതുപോലെ തന്നെ കോപ്സ് റിയാക്ഷനും. ഇത് 2 പേര് കാണുമ്പോൾ ഒരേപോലെ ഉണ്ടോ, പക്ഷെ 2 വ്യത്യാസമാണ്. സോ നമുക്ക് 10ാമതായിട്ട് കോപ്പ് ഇലക്ട്രോളിസിസ് നോക്കാം. കോപ്സ് ഇലക്ട്രോളിസിസ്. ഓക്കെ, സോ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാല്, ഒരു കാർബോക്സിലിക് ആസിഡിന്റെ സാൾട്ട് എടുക്കുന്നു. സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അപ്പൊ കാർബോക്സിലിക് ആസിഡ് COOH, ആ എച്ചിന് പകരം സോഡിയമോ പൊട്ടാസ്യം വന്നിരിക്കും. ഇതിനെ നമ്മൾ സോഡ ലാൻഡോട് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നും കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ നമുക്ക് കിട്ടും. സോ അങ്ങനെ ഒരു കാർബോക്സിലിക് ആസിഡിന് ഒരു കാർബൺ കുറവായിട്ടുള്ള ഹൈഡ്രോ കാർബൺ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് ഇത്, കോപ്സ് ഇലക്ട്രോളിസിസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് റിയാക്ഷൻ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ജനറലായിട്ട് എഴുതുമ്പോൾ RCOONA, സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, സോഡിയം കാർബോക്സിലേറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽഷ്യം ഓക്സൈഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തു പോകും. കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ മാത്രം കിട്ടും. ഈ R ഗ്രൂപ്പ് ആരാണോ അവിടേക്ക് ഈ ഒരു ബോണ്ട് ഒന്ന് കാർബൺ ഡയോക്സൈഡ് പോയല്ലോ, ഹൈഡ്രജൻ അറ്റാച്ച്ഡ് ആവും. സോ അത് ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറുന്നു വിത്ത് ലിബറേഷൻ ഓഫ് സോഡിയം കാർബണേറ്റ്. അപ്പൊ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്ന കാർബൺ ഡയോക്സൈഡ് സോഡിയം കാർബണേറ്റ് ആയിട്ട് മാറുന്നു. എങ്ങനെ? ഇവരെല്ലാം സോഡിയം കാർബണേറ്റ് ആയിട്ട് മാറുന്നു. ആ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് അറ്റാച്ച് ആവും. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ CH3 CH2 CH2 COONA, സോഡിയം ബ്യൂട്ടൻ ഓക്സൈഡ്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? വൺസ് അഗൈൻ നമ്മുടെ റിയേജൻസിനോട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ സോഡിയം കാർബണേറ്റ് എന്തായാലും എലിമിനേറ്റ് ചെയ്ത് പോകും. അത് നമുക്ക് അറിയാവുന്ന കാര്യം. അവിടെ നോക്കാം എന്താണ് ഇവിടെ എടുത്തതിൽ 4 കാർബൺ ഉണ്ടായിരുന്നു. അതിലൊരു കാർബൺ ഡയോക്സൈഡ് അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോയി. ബാക്കി CH3 CH2 CH2 ഈ കാർബണോട്ട് ആ ഹൈഡ്രജൻ അറ്റാച്ച്ഡ് ആവും. അപ്പൊ അതെന്തായിട്ട് മാറി? CH3 CH2 CH3 ആയിട്ട് മാറി. പ്രൊപ്പൈൻ ആണ് നമുക്ക് കിട്ടിയത്. സോ ബ്യൂട്ടൈൻ ഗ്രൂപ്പ് എടുത്തു, പ്രൊപ്പൈൻ കിട്ടി. ഇതാണ് കോപ്സ് ഇലക്ട്രോളിസിസ്. ഒരു കാർബൺ കുറയും. ഓക്കെ, ഇനി എന്താണ് കോപ്സ് റിയാക്ഷൻ? കോപ്സ് റിയാക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കോപ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഫീനോൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഫീനോളിനെ നമ്മൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീനോക്സൈഡ് അയനാക്കി മാറ്റി
കാർബൺ ഡയോക്സൈഡിനോട് റിയാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് പോവുകയാണ്. സോ റിയാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫീനോൾ, അതിന് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിനോട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ ഈ ഹൈഡ്രജൻ മറ്റൊരു പകരമുള്ള സോഡിയം കയറിലും സോഡിയം ഫീനോക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, അതെന്തായിട്ട് മാറും? ONA, സോഡിയം ഫീനോക്സൈഡ് ആയിട്ട് മാറും. ഇതാണ് സോഡിയം ഫീനോക്സൈഡ്. ഇതിന് കാർബൺ ഡയോക്സൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കും. ദി പ്രസൻസ് ഓഫ് ആൻ ആസിഡ്. ആസിഡിന്റെ പ്രസൻസിലെ കാർബൺ ഡയോക്സൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഓർത്തോ പൊസിഷനിലെ അസിഡിക് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആവും. അതിന് ഓർത്തോ പൊസിഷനിലെ അസിഡിക് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആവും. അപ്പൊ ഇതാണ് ഓർത്തോ പൊസിഷൻ. അവിടെ അസിഡിക് ഗ്രൂപ്പ് വരും. ഇവിടെ ONA ആണ് അസിഡിഫിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് അത് OH ആയിട്ട് തന്നെ തിരിച്ചു മാറും. അങ്ങനെ നമുക്ക് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫീനോൾ ആണ് കിട്ടുക. ഇതിന്റെ പേരാണ് സാലിസിലിക് ആസിഡ്. അപ്പൊ ഇതിന്റെ പേരാണ് സാലിസിലിക് ആസിഡ്. ഇങ്ങനെ സാലിസിലിക് ആസിഡ്, ഫീനോളിൽ നിന്നും സാലിസിലിക് ആസിഡ് ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡാണ് നമ്മുടെ കോ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോറിലേഷനിൽ ഫീനോളിനെ സാലിസിലിക് ആസിഡ് ആക്കി മാറ്റും. ഇതേ ഫീനോളിനെ സാലിസിലാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് റൈമർ-ടൈമൻ റിയാക്ഷൻ. അതാണ് റൈമർ-ടൈമൻ റിയാക്ഷൻ. രണ്ട് റിയാക്ഷനും പ്രോഡക്റ്റ് കാണാൻ ഒരുപോലെ ഉണ്ടാവും. അപ്പൊ റൈമർ-ടൈമൻ റിയാക്ഷൻ എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. റൈമർ-ടൈമൻ റിയാക്ഷനിലെ ഇതേപോലെ തന്നെ നമ്മൾ ഫീനോളിൽ നിന്നും തുടങ്ങും. ഓക്കെ, ഫീനോളിൽ നിന്നും തുടങ്ങും. ആ ഫീനോൾ നമ്മൾ ക്ലോറോഫോമിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കും. ക്ലോറോഫോമിലൂടെ ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സോ ക്ലോറോഫോമിലൂടെ റിയാക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് അക്വസ് NaOH പ്രസൻസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കൊരു ഇന്റർമീഡിയറ്റ് ഫോം ആവും. ഇതിന്റെ മെക്കാനിസം ഒക്കെ വളരെ വലുതാണ്, അത് നമുക്ക് പഠിക്കാനായിട്ടില്ല. സോ ഒരു ഇന്റർമീഡിയറ്റ് ഫോം ആവും. ഓക്കെ, കാർബൺ എന്നുള്ള സംഭവം ഒക്കെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫോം ആവുന്നത്. ഇതിനെ വീണ്ടും, അപ്പൊ ഇത് നമ്മുടെ ഇന്റർമീഡിയറ്റ്. ഓക്കെ, ഇതിനെ വീണ്ടും നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഈ CHCl2 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് CHO ആയിട്ട് മാറും. CHO ആയിട്ട് മാറും. അപ്പൊ ONA അത് CHO ആയിട്ട് മാറും. ഇതിന്റെ 1 സെക്കൻഡ് ഒന്ന് അസിഡിഫിക്കേഷൻ ചെയ്ത ഹൈഡ്രോളിസിസ് അസിഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ ആ സോഡിയത്തെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ഹൈഡ്രജൻ അങ്ങോട്ടേക്ക് കയറി വരും. സോ വാട്ട് വി വിൽ ഗെറ്റ് ഈസ് സാലിസിലാൽഡിഹൈഡ്. ഇവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണല്ലോ വന്നത്. സോ ഇതിന്റെ പേരാണ് സാലിസിലാൽഡിഹൈഡ്. ഓക്കെ, സാലിസിലാൽഡിഹൈഡ്. ഓക്കെ, അപ്പൊ ഒന്ന് സാലിസിലിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്, മറ്റൊന്നാണെങ്കിലോ സാലിസിലാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ രണ്ടും കാണാൻ ഒരുപോലെ തോന്നും. ഫീനോളിൽ നിന്ന് തുടങ്ങുന്നത് കിട്ടുന്ന പ്രോഡക്റ്റ് വേറെ വേറെ, രണ്ടിലും സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ വ്യത്യാസം മനസ്സിലാക്കി വയ്ക്കുക. കോക്സ് ഇലക്ട്രോളിസിസ്, കോക്സ് റിയാക്ഷൻ, അതേപോലെ തന്നെ റൈമർ-ടൈമൻ റിയാക്ഷൻ. നെക്സ്റ്റ് നമുക്ക് സാൻ മേയേഴ്സ് റിയാക്ഷൻ നോക്കാം. ഓക്കെ, 13ാമതായിട്ട് നമുക്ക് സാൻ മേയേഴ്സ് റിയാക്ഷൻ നോക്കാം. ഇതും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ തന്നെയാണ് സാൻ മേയേഴ്സ് റിയാക്ഷൻ. ഓക്കെ, ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രൈമറി അരോമാറ്റിക് അമൈനെ നമ്മൾ നൈട്രസ് ആസിഡിനോട് റിയാക്ട് ചെയ്യിപ്പിച്ച് അതിനെ ഡയോസോണിയം സോൾട്ട് ആക്കി മാറ്റാൻ പോവുകയാണ്. ഈ ഡയോസോണിയം സോൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ഇന്റർമീഡിയറ്റ് ആണ് നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്നതിന്. പല കെമിക്കൽസും പല കോമൺസ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് ഡയോസോണിയം സോൾട്ട്. ഓക്കെ, അപ്പൊ ഒരു പ്രൈമറി അരോമാറ്റിക് അമൈനെ ഡയോസോണിയം സോൾട്ട് ആക്കി മാറ്റുന്നു ഫസ്റ്റ് സ്റ്റെപ്പിലൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് അനിലിനെ തന്നെ എടുക്കാം. ഓക്കെ, അനിലിൻ ബെൻസീനിലെ നെഗറ്റീവ് ഗ്രൂപ്പ് വന്നു. അപ്പൊ അത് നമ്മുടെ അനിലിനാണ്. ഓക്കെ, പ്രൈമറി അരോമാറ്റിക് അമൈനാണ്. പ്രൈമറി അമൈനുമാണ്, അത് അരോമാറ്റിക്കും കൂടിയാണ്. സോ ഇത് നമ്മൾ എന്തിനോട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു? നൈട്രസ് ആസിഡ്, അതായത് സോഡിയം നൈട്രൈറ്റ് പ്ലസ് HCl എടുക്കാം, ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം. ഇതാണ് നൈട്രസ് ആസിഡിന്റെ പ്രസൻസ്. നമ്മൾ ചൂടാക്കുമ്പോ ഇത് എന്തായാലും മാറുമെന്ന് ചോദിച്ചാൽ ബെൻസീൻ ഡയാസോണിയം സോൾട്ട് ആയിട്ട് മാറും. ഓക്കെ, ബെൻസീൻ ഡയാസോണിയം സോൾട്ട് N2 പ്ലസ് X മൈനസ്. ഇവിടെ Cl എടുത്തോണ്ട് Cl തന്നെ എഴുതാൻ ഞാൻ ജനറലായിട്ട് X എന്ന് എഴുതിയെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇതാണ് ബെൻസീൻ ഡൈ അസോ സോൾട്ട്, ഡയാസോണിയം. N2 എന്ന് വരുന്നതിനാണ് ഡൈ അസോ എന്ന് പറയാം. സോ ഡയാസോണിയം സോൾട്ട് എന്ന് അറിയപ്പെടുന്ന ആള്. ഓക്കെ, ബെൻസീൻ ഡയാസോണിയം സോൾട്ട് പേരുമായിട്ട് എഴുതിക്കാം. ബെൻസീൻ ഡൈ ഡയാസോണിയം സോൾട്ട്. ഈ ബെൻസീൻ ഡയാസോണിയം സോൾട്ടിനെ നമ്മൾ ഇനി എന്ത് ചെയ്യാനായിട്ട് പോകുന്നു വെച്ചാല് കുപ്രസ് ഹാലൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്.
കോപ്പർ ഹാലൈഡ്, കുപ്രസ് ഹാലൈഡ് വേണമെങ്കിൽ കോപ്പർ ക്ലോറൈഡ് എടുക്കാം, അല്ലെങ്കിൽ കോപ്പർ ബ്രോമൈഡ് എടുക്കാം. ഇനി സൈനോ ഗ്രൂപ്പ് വേണമെങ്കിലും എടുക്കാം, കോപ്പർ സയനൈഡ് എടുക്കാം, ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോ അതിന്റെ റിയാക്ഷൻ നോക്കുമ്പോൾ ഈ കിട്ടിയാണ് നമ്മള് കുപ്രസ് ഹാലൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കാം. Cu2H2 ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, ആര് വേണമെങ്കിലും ആവാം, കുപ്രസ് ഹാലൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ഈ അസോ ഗ്രൂപ്പ് ഡയസോ ഗ്രൂപ്പ് അവിടെ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് അവിടെ ഹാലജൻ കയറി നിൽക്കും. സോ അറൈൽ ഹാലൈഡ് നമുക്ക് കിട്ടും. അറൈൽ ഹാലൈഡ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ആ ഹാലജൻ അങ്ങനെ കയറി നിൽക്കും, നൈട്രജൻ ഗ്രൂപ്പ് അവിടെ എലിമിനേറ്റ് ചെയ്ത് പോകും. ഇതാണ് നമ്മളുടെ സാൻഡേഴ്സ് റിയാക്ഷൻ. അപ്പൊ ഇതിന് എന്താക്കി മാറ്റുന്നു? അനിലിൻ, അതായത് പ്രൈമറി അരോമാറ്റിക് അമൈനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറൈൽ ഹാലൈഡ് ആയിട്ട് മാറ്റുന്നു. ഇതേ തന്നെ ആ ഡയാസോണിയം സോൾട്ടിനെ, ബെൻസീൻ ഡയാസോണിയം സോൾട്ടിനെ കുപ്രസ് ഹാലൈഡിന്റെ കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നതിന് പകരം, കുപ്രസ് ഹാലൈഡ് എന്ന് പറയുമ്പോൾ അവിടെ കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. അപ്പൊ കോപ്പർ 1 അതിന്റെ കൂടെയാണ് റിയാക്ട് ചെയ്യിപ്പിച്ചത്. അതിന് പകരം കോപ്പർ പൗഡറിന്റെ കൂടെ റിയാക്ട് ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കുക, കോപ്പർ പൗഡറിന്റെ കൂടെ. അപ്പൊ ഇതേ സംഭവം ഇങ്ങനെ കോപ്പർ ഹാലൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നതിന് പകരം കോപ്പർ പൗഡറിലൂടെ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ അപ്പൊ പറയുന്ന പേരാണ് ഗെറ്റർമാൻ റിയാക്ഷൻ. സോ അതിന് പറയുന്ന പേരാണ് ഗെറ്റർമാൻ റിയാക്ഷൻ. ഓക്കെ, സോ അതാണ് നമ്മുടെ ഗെറ്റർമാൻ റിയാക്ഷൻ. സോ ഗെറ്റർമാൻ റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത്? ഇതേ സംഭവം കേട്ടല്ലോ, അതേ സംഭവം. ആ ബെൻസീൻ ഡയാസോണിയം സോൾട്ട്, ബെൻസീൻ ഡയാസോണിയം സോൾട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? കോപ്പർ പൗഡറിന്റെ കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഏതർ HCl or HBl, നമുക്ക് ജനറൽ ആയിട്ട് HX തന്നെ കൊടുക്കാം. ഓക്കെ, കുഴപ്പമില്ല, HX തന്നെ ജനറൽ ആയിട്ട് കൊടുക്കാം. അപ്പൊ അവിടെ കോപ്പർ ഹാലൈഡ് എടുത്തോട് വെറും കോപ്പർ പൗഡർ മാത്രം എടുക്കുന്നു. സെയിം പ്രൊസീജിയർ, സെയിം പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. സെയിം പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. N2+CH സെയിം പ്രോഡക്റ്റ്, അറേ ഹാലൈഡ് തന്നെയാണ് കിട്ടുക. ഓക്കെ, പക്ഷേ ഈ റിയാക്ഷന്റെ പേര് ഗെറ്റർമാൻ റിയാക്ഷൻ. അത് സാൻഡേഴ്സ് റിയാക്ഷൻ, ഇത് ഗെറ്റർമാൻ റിയാക്ഷൻ. അപ്പൊ കോൺസെപ്റ്റ് വ്യത്യാസം മനസ്സിലായല്ലോ. ഒന്നില് കോപ്പർ ഹാലൈഡ് ഉപയോഗിക്കുന്നു, ഇവിടെ കോപ്പർ പൗഡർ മാത്രം ഉപയോഗിക്കുന്നു. അപ്പൊ ഗെറ്റർമാൻ റിയാക്ഷൻ പഠിച്ചു. ഇതിന്റെ കൂടെ കൺഫ്യൂസ് ആവാൻ പാടാത്ത റിയാക്ഷൻ ഉണ്ട്, ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. അതിനെന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ബെൻസീൻ ആണ് നമ്മുടെ റിയാക്ടന്റ്. ബെൻസീനെ കാർബൺ മോണോക്സൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് പോയാണ് ബെൻസാൾഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഗെറ്റർമാൻ റിയാക്ഷനും ഗെറ്റർമാൻ കോച്ച് റിയാക്ഷനും തമ്മിൽ ഒരിക്കലും കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പൊ ഗെറ്റർമാൻ കോച്ചിൽ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ബെൻസീൻ, ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് carbon monoxide and HCl. Carbon monoxide and HCl in the presence of anhydrous aluminum chloride. Anhydrous aluminum chloride presence ile അതിനെ ഹീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് കിട്ടും. സോ ഹിയർ ദി പ്രോഡക്റ്റ് ഈസ് നത്തിങ് ബട്ട് ബെൻസാൾഡിഹൈഡ്. സോ ബെൻസാൾഡിഹൈഡ് ആണ് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്. സോ ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് ഗെറ്റർമാൻ കോച്ച്. ഓക്കെ, രണ്ട് തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഗെറ്റർമാൻ കോച്ച് റിയാക്ഷനിലെ ബെൻസാൾഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് നോക്കിയല്ലേ, ബെൻസീനിനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റുന്നത് നോക്കി. അതേപോലെ ടൊളുവിനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് എറ്റാർഡ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എറ്റാർഡ് റിയാക്ഷനെ കുറിച്ചിട്ടാണ്. എറ്റാർഡ് റിയാക്ഷൻ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, നമ്മുടെ ബെൻസീൻ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ എടുക്കുക സാധാരണ. സോ ബെസ്റ്റ് ആയിട്ടുള്ള ആരാണ്? ടൊളുവിനെ നമുക്ക് എടുക്കാം. സോ ബെൻസീൻ ഉണ്ടെങ്കിൽ CH എടുക്കുക, ഇങ്ങനെ ഒരു വര വരച്ചാൽ മതി. അതിനകത്തോടെ CH3 ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ CH3 ഉണ്ട് എന്നാണ് അർത്ഥം. അത് വരച്ചിട്ടുള്ളത് നമ്മുടെ ബോർഡ് ലൈൻ ഫോർമുലയാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ തൽക്കാലം കിട്ടിയാൽ പക്ഷേ ഇനി അതുകൂടി മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഒരു ലൈൻ വന്നാൽ അതെന്താണ് മീഥൈൽ ഗ്രൂപ്പ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഇതിനെ നമ്മൾ ക്രോമൈൽ ക്ലോറൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് ക്രോമൈൽ ക്ലോറൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് in the presence of carbon disulfide. കാർബൺ ഡൈസൾഫൈഡിന്റെ പ്രസൻസ് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാല് ഇതൊരു കോംപ്ലക്സ് ആയിട്ട് മാറും, ഒരു ക്രോമിയം കോംപ്ലക്സ് ആയിട്ട് മാറും. എങ്ങനെയാന്ന് വെച്ചാല് ഇവിടെയുള്ള രണ്ട് ഹൈഡ്രജനെ മാറ്റിയിട്ട് പഴകിൽ കയറി നിൽക്കും. എങ്ങനെ? OCrOHCl2 എന്നൊരു കോംപ്ലക്സ് ആയിട്ട് മാറും. ഇതൊരു ക്രോമിയം കോംപ്ലക്സ് ആണ്. അങ്ങനെ ക്രോമിയം കോംപ്ലക്സ് ആയിട്ട് മാറുന്നത്.
ഓക്കെ, ഇതിനെ നമ്മളിനി അസിഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നു, CHO. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിനെ മാറ്റിയിട്ട് പരാതി വന്നു, ഓക്സിജൻ കയറി വന്നു. സോ ഇതാണ് ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്തത്. സോ ടോളുബീനിൽ നിന്നും ഇത് ടോളുബീൻ, മീഥൈൽ ബെൻസീൻ ആണ്, അതായത് നമ്മുടെ ടോളുബീൻ. അപ്പൊ ടോളുബീനെ നമ്മൾ എന്താക്കി മാറ്റി? ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റി. ഇതാണ് എറ്റാഡ് റിയാക്ഷൻ. അപ്പൊ ഇതൊക്കെ അരോമാറ്റിക് ആയിട്ടുള്ള റിയാക്ഷൻസ്. ഇതേ തന്നെ ആൽക്കൈൽ ഗ്രൂപ്പിലോട്ട് ആൽഡിഹൈഡിനെ കൊണ്ടുവന്നാലോ? സോ അങ്ങനെ ഒരു റിയാക്ഷൻ ആണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്, സ്റ്റീഫൻ റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്റ്റീഫൻ റിയാക്ഷൻ. സോ സ്റ്റീഫൻ റിയാക്ഷൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് നൈട്രൈൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നൈട്രൈൽ RC3 ബോണ്ട് N നൈട്രൽ ഗ്രൂപ്പാണ് എടുക്കുന്നത്. ആറുള്ള സ്ഥലത്ത് ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് വേണമെങ്കിലും വരാം. CH3, CH2, CH2, CH2 ആര് വേണമെങ്കിലും വരാം, കേട്ടല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ നൈട്രൽ ഗ്രൂപ്പിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമൈൻ ആക്കിയിട്ട് മാറ്റാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇവനെ ടിൻ ക്ലോറൈഡിന്റെ കൂടെയും ഹൈഡ്രോക്ലോറിക് ആസിഡിനോട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. ടിൻ ക്ലോറൈഡും അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡിനോട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഈ കാർബണിക്കും നൈട്രജനിക്കും ഓരോരോ ഹൈഡ്രജനെ കിട്ടും. ഹൈഡ്രജനേഷൻ ആദ്യം സംഭവിക്കും. അപ്പൊ അത് RCH ഡബിൾ ബോണ്ട് NH എന്നായിട്ട് മാറും. ഇതിന്റെ പേരാണ് ഇമൈൻ. ഇതാണ് ഇമൈൻ എന്നറിയപ്പെടുന്ന പോലെ CH ഡബിൾ ബോണ്ട് NH. ഇതാണ് ഇമൈൻ. ഇവനെ നമ്മളൊന്ന് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ അസിഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ once again ഈ ബോണ്ട് അവിടെ ബ്രേക്ക് ആവും. എന്നിട്ട് അവിടോട്ട് ഓക്സിജൻ ആയിട്ട് കയറി വരും. അപ്പൊ അത് RCHO ആയിട്ട് മാറും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് ആൽഡിഹൈഡ് കിട്ടും. ഓക്കെ, ആൽക്കൈൽ ആൽഡിഹൈഡ് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, കേട്ടല്ലോ. അപ്പൊ നൈട്രൈൽ ഉപയോഗിച്ച് സൈനൈൽ ഗ്രൂപ്പ്, അതായത് നൈട്രൈൽസിൽ ഉപയോഗിച്ചിട്ട് എന്താക്കി മാറ്റുന്നു? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് നമ്മുടെ സ്റ്റീഫൻ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ സ്റ്റീഫൻ റിയാക്ഷൻസിലെ ആൽക്കൈൽ ആൽഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ നോക്കി. ഇത്തരം ആൽക്കൈൽ ആൽഡിഹൈഡ്സ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത് ആൽഡോൾ കണ്ടൻസേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആൽഡോൾ കണ്ടൻസേഷൻ. സോ കണ്ടൻസേഷൻ വെച്ചാൽ എന്താണ്? നമുക്കറിയാം, സ്മോൾ മോളിക്യൂൾസ് എലിമിനേറ്റ് ആവുന്ന റിയാക്ഷൻ ആണ് കണ്ടൻസേഷൻ റിയാക്ഷൻ, അല്ലേ? പോളിമറൈസേഷൻ ഒക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അഡിഷൻ പോളിമറൈസേഷൻ, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ മോളിക്യൂൾസ് എലിമിനേറ്റ് ആയി പോകും. ഇവിടെയും ഇത് തന്നെയാണ്. ആൽഡോൾ എന്ന് പറയുമ്പോൾ ആൾഡ് എന്ന് വെച്ചാൽ ആൽഡിഹൈഡും ഓൾ എന്ന് വെച്ചാൽ ആൽക്കഹോളും. സോ ആൽഡിഹൈഡും ആൽക്കഹോളും ഒന്നിച്ച് വരുന്ന കോമ്പൗണ്ട് ആണ് ആൽഡോൾ എന്നറിയപ്പെടുക. ഇനി കീറ്റോണും ആൽക്കഹോളും ഒന്നിച്ച് വന്നാൽ കീറ്റോൾ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ അതിനെയും ആൽഡോൾ എന്ന് തന്നെയാണ് സാധാരണ പറയാറുള്ളത്. ഓക്കെ, കീറ്റോൾ ആണെങ്കിലും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പേര് എന്ത് തന്നെയാണ്? ആൽഡോൾ എന്ന് തന്നെയാണ്. അപ്പൊ ഇതിന്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ട് CH3 CH2 CHO പ്ലസ് CH3 CH2 CHO ഇവനെടുക്കാം. ഇതിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ആ കിട്ടുന്ന പ്രോഡക്റ്റ് ഞാൻ ഇവിടെ എഴുതാനായിട്ട് പോകുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ എഴുതി കാണിക്കാം. ഈ CHO ഗ്രൂപ്പിനെ ഞാൻ ഇതിന്റെ കറക്റ്റ് സ്ട്രക്ചർ കാണിക്കാം. CH ഡബിൾ ബോണ്ട് O, ഇതാണ് CHO എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പോ ഈ കാർബണുള്ള ഹൈഡ്രജൻ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ആൽഡിഹൈഡിന്റെ തൊട്ടടുത്തുള്ള കാർബണുള്ള ഹൈഡ്രജൻ, അതായത് ആൽഫ ഹൈഡ്രജൻ. ഓക്കെ, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ ആ കാർബൺ ഇട്ടിട്ട് ഈ ഓക്സിജനോട് അറ്റാച്ച്ഡ് ആവും. ശ്രദ്ധിക്കുക, കേട്ടല്ലോ. സോ ഈ കാർബൺ ഉള്ള ഒരു ഹൈഡ്രജൻ ഇവിടെ വന്ന് അറ്റാച്ച്ഡ് ആവും. അപ്പോ ഈ ബോണ്ട് ബ്രേക്ക് ആവും. കാർബണിലും ഓക്സിജനും ഇടയിലുള്ള ഡബിൾ ബോണ്ടില് ഒരു ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഈ ഓക്സിജനിലോട്ട് ആ ഹൈഡ്രജൻ വന്ന് നിൽക്കും. അപ്പൊ ആ കാർബണിന് വാലൻസ് വരുമല്ലോ. ആ വാലൻസ് വെച്ച് ആ കാർബൺ ഈ കാർബണും അറ്റാച്ച്ഡ് ആവും. കോൺസെപ്റ്റ് കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഒരു H വന്നിട്ട് ഈ ഓക്സിജനോട് ചെയ്യുമ്പോൾ ആ കാർബണൽ വാലൻസ് വരും. ആ വാലൻസ് വെച്ച് ഈ കാർബൺ അറ്റാച്ച്ഡ് ആവും. സോ ഇതാണ് ഇവിടെ നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇവിടെ നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിന്റെ പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കോളൂ, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഈ CH3 അവിടെ എഴുതുന്ന സ്ഥലമില്ല, അതുകൊണ്ട് ഇവിടെ എഴുതുകയാണ്. CH3 CH2 CH ഇത് OH ആയിട്ട് മാറും. OH ആയിട്ട് മാറും. കാരണം ഈ ഓക്സിജൻ H എത്തി. അപ്പൊ ഈ കാർബൺ ബോണ്ട് വന്നല്ലോ. ആ ബോണ്ടിലോട്ട് ആര് വരും? ഇവൻ വരും. അവൻ ആരാണ്? അത് CH ആണ്. CH2 ആയിരുന്നു, പക്ഷെ ഒരു H ഇപ്പൊ പോയത്. അപ്പൊ ബാക്കി CH ഉണ്ട്. ആ CH-ലൂടെ വേറെ ആരും കൂടി ഉണ്ട്. ഒരു CH3 ഉണ്ട്. ഈ ഒരു CH3 അവിടെ തന്നെ ഉള്ളത്, അതുണ്ട്. വേറെ ആരും കൂടി ഉണ്ട്. CHO ഉണ്ട്. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോ CH ആണ് ഇവിടെ അറ്റാച്ച് ആവുന്ന ആള്. ഓക്കെ, ഇതാണ് ആൽഡോൾ.
അല്ല ആൾഡോൾ കേട്ടല്ലോ. ആൽഡിഹൈഡ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, ആൾഡോൾ എന്ന് അറിയപ്പെടും. ഇനി ഇതിനെ നമ്മൾ ഒന്ന് ഹൈഡ്രോളിസിസ് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് അസിഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ, അസിഡിഫിക്കേഷൻ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ചൂടാക്കി തന്നെ ധാരാളമാണ്. ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂൾ ഇവിടെ നിന്നും എലിമിനേറ്റ് ചെയ്ത് പോകും. അതാണ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞത്. വാട്ടർ മോളിക്യൂൾ എങ്ങനെ എലിമിനേറ്റ് ആവും? ഈ OHും തൊട്ടടുത്തുള്ള കാർബണിനുള്ള ഹൈഡ്രജനും പോകും. ഈ OH ഏത് കാർബണിലാണോ ഉള്ളത് അതിന്റെ അടുത്തുള്ള കാർബണിനുള്ള ഹൈഡ്രജൻ പോകും. അപ്പൊ ഈ കാർബണാണ് OH ഉള്ളത് അല്ലെ. അപ്പൊ അതിനടുത്തുള്ള കാർബൺ ഏതൊക്കെയാണ്? ഇവനും ഇവനും. ഇത് രണ്ടിലും ഹൈഡ്രജൻ ഉണ്ട്. ഇത് ഏത് ഹൈഡ്രജൻ വേണമെങ്കിലും പോവാം, പക്ഷേ ഇവിടുത്തെ ഹൈഡ്രജനാണ് കൂടുതലായിട്ട് പോവുക. കാരണം അതാണ് സെയ്റ്റ്സഫ് റൂൾ എന്നറിയപ്പെടുന്ന റൂൾ. ഓക്കെ, സോ സെയ്റ്റ്സഫ് റൂൾ അനുസരിച്ച് സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനാണ് ഫോം ആവുക. വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർബൺ ഒരു വാലൻസ് വരും, അയാൾക്കും ഒരു വാലൻസ് വരും. അപ്പൊ രണ്ടും കൂടി ചേർന്നിട്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറുകയാണ് ചെയ്യുക. മാർക്കോനിക്കോഫ് റൂൾ പഠിച്ചിട്ടില്ല പ്ലസ് വണ്ണില്? അതിന് ഓപ്പോസിറ്റ് ആണ് സെയ്റ്റ്സഫ് റൂൾ. എങ്ങനത്തെ ആൽക്കീനാണ് ഫോം ആവുക? സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ. ശരിക്കും വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? CH3 CH2 CH ഡബിൾ ബോണ്ട് CHO ഇവിടെ CH3. ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യാം. മറ്റേ പ്രോഡക്റ്റും കിട്ടും കേട്ടല്ലോ, രണ്ടും കിട്ടും. ഇതാണ് ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇതേ തന്നെ വേറെ ഒരു ആൽഡിഹൈഡ് എടുത്താൽ അത് ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ എന്നറിയപ്പെടും. നമ്മൾ ഒരേപോലത്തെ എടുത്തു, നിങ്ങൾ വേറെ എടുത്ത് നോക്കിയോളൂ, അത് ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ എന്നറിയപ്പെടും. ഇനി നമുക്ക് വില്യംസൺ സിന്തസിസ് കൂടെ ഒന്ന് നോക്കാം. വില്യംസൺ സിന്തസിസ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ആൽക്കോക്സൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് ഈതറാക്കിയിട്ട് മാറ്റുകയാണ്. ഓക്കെ, ഈതറാക്കി മാറ്റുന്നതാണ് നമ്മുടെ വില്യംസൺ സിന്തസിസ്. സോ 19ാമതായിട്ട് നമുക്ക് വില്യംസൺ സിന്തസിസ് നോക്കാം. വില്യംസൺ സിന്തസിസ് ഒന്ന് നോക്കാം. സോ ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ എടുക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ CH3 CH2 Cl ഇതിന് ക്ലോറൈഡ് എടുക്കാം. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ സോഡിയം ആൽക്കോക്സൈഡിലൂടെ റിയാക്ട് ചെയ്യുന്നു. സോഡിയം ആൽക്കോക്സൈഡ്. അപ്പൊ RONA ആണ്. ഞാൻ അതിന് ഫോർ എക്സാമ്പിൾ എന്തെടുക്കാം? CH3 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 ONA. ഓക്കെ, അപ്പൊ ഇത് മൊത്തത്തിൽ 6 ഗ്രൂപ്പാണ് കേട്ടല്ലോ. ഇത് മൊത്തത്തിൽ 6 ഗ്രൂപ്പാണ്. അത് ആര് വേണമെങ്കിൽ എടുക്കാം. RONA എന്നൊക്കെ ടെക്സ്റ്റിൽ തന്നിരിക്കുക. ആൽക്കോക്സൈഡ്, സോഡിയം ആൽക്കോക്സൈഡ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇതാണ് വില്യംസൺ റിയാക്ഷൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി ആയിരിക്കണം. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് തന്നെ എടുക്കണം. എന്നാലാണ് കറക്റ്റ് പ്രൊസീജിയറിൽ നമുക്ക് ഈതർ കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം എലിമിനേഷൻ റിയാക്ഷൻ നടക്കാനായിട്ട് തുടങ്ങും. സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാതെ എലിമിനേഷൻ നടക്കാനായിട്ട് തുടങ്ങും. ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താ സംഭവിക്കുക? ഈ ക്ലോറിനും ആ സോഡിയം ക്ലോറിൻ പോകും. സോഡിയം ക്ലോറൈഡ് ആയിട്ട് പോകും. ബാക്കി ഒരു ആ ഗ്രൂപ്പ് ഒന്ന് അറ്റാച്ച് ആവും. അത്രേ ഉള്ളതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഈതറായിട്ട് മാറുന്നു. അപ്പോ ആൽക്കൈൽ ഹാലൈഡ് എപ്പോഴും പ്രൈമറി ആയിട്ട് എടുക്കണം, എന്നാലാണ് റിയാക്ഷൻ കിട്ടുള്ളൂ. സെക്കൻഡറി ടേഴ്സറി എടുത്താൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കില്ല, മറിച്ച് എലിമിനേഷൻ റിയാക്ഷൻ ആയിരിക്കും നടക്കുക. അപ്പൊ ഇതിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? എന്തായാലും NaCl പോയി, നമുക്കറിയാം. NaCl പോയി നമുക്കറിഞ്ഞോ. ബാക്കി എന്ത് കിട്ടുന്ന? ബാക്കി ആരുണ്ട്? CH3 CH2 CH3 CH2. ഈ ബാക്കി ആര് വരും? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പലരും തെറ്റിക്കുന്ന കാര്യമാണ്. അവിടെ നിന്നാണ് സോഡിയം പൂരിക്കുന്നത്. എവിടെ നിന്ന്? ഓക്സിജൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് എഴുതാൻ തുടങ്ങാനായിട്ട്. അപ്പൊ ഓക്സിജൻ, ആ ഓക്സിജനോട് ആരുണ്ട്? ഒരു കാർബൺ, ആ കാർബണിനോട് ആരുണ്ട്? 3 CH3, 3 മീഥൈൽ ഗ്രൂപ്പ്. ഇവിടെ CH3 എഴുതുന്നതിന് പകരം ഞാൻ Me എന്ന് എഴുതി കാണിക്കാം. കാരണം Me എന്ന് എഴുതിയാൽ മീഥൈൽ, CH3 എന്നാണ് അർത്ഥം. പിന്നെ എവിടെയെങ്കിലും Me എന്ന് കണ്ടാൽ മനസ്സിലാക്കുക അത് CH3 ആണ്. അത് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കാം. ഓക്കെ, ഇതാണ് പ്രോഡക്റ്റ്. അല്ലാണ്ട് ഈ CH2 എഴുതിയിട്ട് CH3 CH3 ഒന്നും അങ്ങനെ എഴുതാൻ പാടില്ല. എവിടെ നിന്നാണോ ആൾ പോയത് അയാളെ കൊണ്ടുപോകുന്ന വേണം ഇവിടെ അറ്റാച്ച് ചെയ്യിപ്പിക്കാൻ. ഇതൊരു ഈതറാണ്. കാരണം ഓക്സിജൻ അപ്പുറത്തും ഇപ്പുറത്തും കാർബൺ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, ഈതർ. അപ്പൊ ഇതാണ് നമ്മുടെ വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് നോക്കി വയ്ക്കുക. 20ാമതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റിയാക്ഷൻ കാനിസാറോ റിയാക്ഷൻ ആണ്. ഇതും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. കാനിസാറോ റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. കാനിസാറോ റിയാക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൽഡിഹൈഡ്സിനെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ചെയ്യിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ഡിസ്പ്രപ്പോർഷനേഷൻ നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. ഒരേ സമയം ഓക്സിഡേഷൻ നടത്തും, അയാൾക്ക് റിഡക്ഷനും നടത്തും. അതാണ് ഡിസ്പ്രപ്പോർഷനേഷൻ അല്ലെ. അപ്പൊ ആൽഡിഹൈഡിനെ ഡിസ്പ്രപ്പോർഷനേഷൻ നടത്തുന്നത് വഴി ആൽക്കഹോളും ആസിഡുമായിട്ട് മാറ്റുന്നതാണ് ഈ റിയാക്ഷൻ. പക്ഷേ നമ്മൾ എടുക്കുന്ന ആൽഡിഹൈഡിലെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ, ആ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പൊ CH3 CH2 എന്ന് ഞാൻ എഥനോൾ ഏരിയ എന്ന് വിചാരിക്കാം. എഥനോൾ ഏരിയയിലെ ഈ C അല്ല ആൽഫ കാർബൺ.
ആ CHO അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണാണ് ആൽഫ കാർബൺ. ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ കാർബണാണ്. അപ്പൊ ഇതാണ് ആൽഫ കാർബൺ. ആ കാർബൺ ഹൈഡ്രജൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെ ആൽഫ കാർബൺ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഈ റിയാക്ഷൻ നടക്കില്ല. അപ്പൊ ആൽഫ കാർബൺ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ വേണമെങ്കിൽ എങ്ങനെ എടുക്കാം? ഇപ്പൊ CMe ഇങ്ങനെ എടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പ്, അത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽഫ കാർബൺ ഹൈഡ്രജൻ ഇല്ല, ഒക്കെ മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? നമ്മുടെ ഈ ഒരു കാനിസോറോ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് നോക്കാം എന്താ റിയാക്ഷൻ. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് മെഥനാൽ തന്നെ എടുക്കാം. അപ്പൊ HCHO അതാണ് ഈ സംഭവം. ഓക്കെ, HCHO. അപ്പൊ ഇവിടെ ആൽഫ കാർബൺ ഇല്ല. ആൽഫ കാർബൺ ഉണ്ടെങ്കിലല്ല ഹൈഡ്രജൻ ഉണ്ടല്ലോ നോക്കേണ്ട ആവശ്യമുള്ള. അപ്പൊ ആൽഫ കാർബൺ ഇല്ല. അപ്പൊ നമുക്ക് ഒരു കുഴപ്പമില്ല. കേട്ടല്ലോ? ഇത് രണ്ട് മോളിക്യൂൾ എടുക്കുന്നു. ഓക്കെ, ഇതിനൊരു ആൽക്കലിയിലൂടെ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ആൽക്കലിയിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒന്ന് ഓക്സിഡേഷൻ നടക്കും, ഒന്ന് റിഡക്ഷൻ നടക്കും. ഒരാൾക്ക് ഓക്സിഡേഷൻ, ഒരാൾക്ക് റിഡക്ഷൻ, രണ്ടുപേരും എടുത്തല്ലോ. അപ്പൊ ഓക്സിഡേഷൻ നടന്നാൽ എന്താവും? ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടന്നാൽ അത് ആസിഡ് ആയിട്ട് മാറും. അതേ ആൽഡിഹൈഡിന് റിഡക്ഷൻ നടന്നാലോ അത് ആൽക്കഹോൾ ആയിട്ട് മാറും. അപ്പൊ ഓക്സിഡേഷൻ നടക്കുന്നത് വഴി HCOOH അല്ലേ, സോറി HCHO ആണുള്ള സംഭവം. അതെന്തായിട്ട് മാറും? HCOONA ആയിട്ട് മാറും. ഈ HCHO ആണ് ഇവൻ. കേട്ടോ? HCHO ആണ്. അത് HCHO എന്നുള്ളത് HCOONA ആയിട്ട് മാറും. NA എന്നുള്ളത് H എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് ആസിഡാണ്, മനസ്സിലാവും. ആണല്ലോ? ആസിഡാണ്. നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സോഡിയം സാൾട്ട് ആണ് ഫോം ആകുക. അപ്പൊ ഇത് കാർബോക്സിലിക് ആസിഡ് തന്നെയാണ്, അതിന്റെ സോഡിയം സാൾട്ട് ആണെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഒരുത്തരം ഓക്സിഡേഷൻ നടത്തും. ഇനി ഒരുത്തരം എന്ത് സംഭവിക്കും? റിഡക്ഷൻ എന്നുള്ളവൻ എന്താവും? ആൽക്കഹോൾ ആയിട്ട് മാറും. അപ്പൊ HCHO എന്നുള്ളവൻ എന്തായിട്ട് മാറും? CH2OH ആയിട്ട് മാറും. CH2OH ആയിട്ട് മാറും. അത് ഞാൻ ഇവിടെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നോക്കിയോളൂ. റിഡക്ഷൻ നടക്കുമ്പോൾ ഒരു ബോണ്ട് ബ്രേക്ക് ആവും. ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആവും. എന്നിട്ട് ഇവനൊരു Hനെ കിട്ടും, ഇവനൊരു Hനെ കിട്ടും. ഓക്കെ, അപ്പൊ സോറി CH3OH ആയിട്ട് മാറും. അപ്പൊ സിയിലൂടെ 3HOH, CH3OH. അപ്പൊ അത് റിഡക്ഷൻ പ്രോഡക്റ്റ് ആൽക്കഹോൾ, ഇത് ഓക്സിഡേഷൻ പ്രോഡക്റ്റ് ആസിഡ്. കിട്ടിയല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ കാനിസോറോ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അവസാനമായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് HVZ റിയാക്ഷൻ, ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ. സോ അതാണ് നമ്മൾ അവസാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. HVZ, ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി HVZ റിയാക്ഷൻ. പേര് കാണുമ്പോഴായിരിക്കും ഇത്രയും വലുതായിട്ടുള്ളത്, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇവിടെ നമ്മൾ ഇത് കാർബോക്സിലിക് ആസിഡ് ആണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിലാണ് ഈ റിയാക്ഷൻ നടക്കുള്ളൂ. കാനിസോറോയില് ആൽഫ ഹൈഡ്രജൻ വേണ്ട എന്ന് പറഞ്ഞു, അതൊരു ആൽഡിഹൈഡ്. ഇവിടെ ആൽഫ ഹൈഡ്രജൻ വേണം, ഇതൊരു ആസിഡ് ആണ് എടുക്കുന്നത്. കേട്ടല്ലോ? അപ്പൊ എന്താണ് നടക്കുന്ന റിയാക്ഷൻ എന്ന് നോക്കിയാൽ CH2COOH ഇതാണ് ഉണ്ടാവും. ഈ ആറുന്ന സ്ഥലത്ത് ഏത് കാർബൺ എത്ര വന്നിട്ട് ആൽഫ കാർബൺ ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ട് CH2 മൊത്തം ഞാൻ മെൻഷൻ ചെയ്ത് കാണിച്ചു. അപ്പൊ ഇത് നമ്മുടെ കാർബോക്സിലിക് ആസിഡ് എന്ന ഫംഗ്ഷൻ ഉണ്ട്. അത് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആൽഫ കാർബൺ, അവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഉണ്ടെങ്കിലേ റിയാക്ഷൻ നടക്കുള്ളൂ. ഇതിന് നമ്മൾ ഹാലജനിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് ഇൻ ദി പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ഹാലജനിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ആൽഫ കാർബണിലുള്ള ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടോട്ട് ഹാലജൻ വരും. അങ്ങനെ ആൽഫ ഹാലജൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. വിച്ച് മീൻസ് CH3OOH. ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് പകരം ആ ഹാലജൻ അങ്ങ് ചെയ്യും. ക്ലോറിനോ ബ്രോമിനോ ആരായിക്കോട്ടെ, അയാൾ അങ്ങോട്ടേക്ക് കയറി വരും. അങ്ങനെ ആൽഫ ഹാലോ സബ്സ്റ്റിറ്റ്യൂട്ട് ആസിഡ് ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ HVZ റിയാക്ഷൻ, ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ. ഓക്കെ, 21 നെഗറ്റീവ് റിയാക്ഷൻസ് ആണ് നമുക്കുള്ളത്. 22ാമത്തെ ഒരാളും കൂടിയിട്ട് ഫ്രീഡൽ ക്ലാസിന്റെ റിയാക്ഷൻ. അത് ഫ്രീഡൽ ക്ലാസ് ആൽക്കൈലേഷൻ, അസൈലേഷൻ തൊട്ട് 2 ടൈപ്പ് ഉണ്ട്. അത് ഓരോരിക്കലും ഓരോരോ മെത്തഡാണ്. നമ്മൾ എടുക്കുന്ന റിയാക്ടന്റ് അനുസരിച്ചിട്ട് പല പല പ്രോഡക്ട്സ് കിട്ടും. ബെൻസീൻ എടുത്ത് ചെയ്യാം, ഫീനോൾ എടുത്ത് ചെയ്യാം, ബെൻസാൽഡിഹൈഡ് എടുത്ത് ചെയ്യാം, ബെൻസൈൽ ക്ലോറൈഡ് എടുത്ത് ചെയ്യാം. അങ്ങനെ പല പല റിയാക്ടൻസ് വെച്ചിട്ട് ഫ്രീഡൽ ക്ലാസ് റിയാക്ഷൻ ചെയ്യാം. അതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞ പല ടൈപ്പ് ചെയ്യാനുള്ളത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ നോക്കുക. അപ്പൊ 21 നെഗറ്റീവ് റിയാക്ഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കുക. ഇതിന് എക്സാംസ് കുറച്ചുകൂടി ചെയ്ത് നോക്കുക. ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചോദിക്കാവുന്നതാണ്. ഞാനത് പറഞ്ഞുതരാം. ശരി, ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിനായി കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.